നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. കുതിരവണ്ടി പണ്ട് കാലങ്ങളിൽ എന്ന് വെച്ചാൽ മോട്ടോർ വാഹനങ്ങൾ വരുന്നതിന് മുന്നേ കുതിരകളെയും കാളകളെയും ഒട്ടകങ്ങളെയും ആനകളെയും മറ്റും നമ്മൾ യാത്ര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. പണ്ടുകാലങ്ങളിൽ സാധാരണ ജനങ്ങൾ സഞ്ചരിച്ചിരുന്നത് കാളവണ്ടികളിൽ ആയിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ട ആളുകൾ മഹാരാജാവ് സഞ്ചരിച്ചിരുന്നത് ആനപ്പുറത്തായിരുന്നു. കുതിരകളെ മഹാരാജാക്കന്മാർ ദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനും യുദ്ധത്തിനും മറ്റും ഉപയോഗിച്ചു. അതുപോലെ കൊള്ളക്കാരും മറ്റും വളരെ സ്പീഡിൽ വളരെ വേഗതയിൽ സഞ്ചരിക്കുവാൻ വേണ്ടി കുതിരകളെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ മോട്ടോർ വാഹനങ്ങൾ വരുന്നതിന് മുന്നേ ഈ മൃഗങ്ങളെയെല്ലാം മനുഷ്യൻ യാത്ര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. ഒരു കുതിരവണ്ടിയിൽ കയറിയ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് സെക്ഷനിൽ പോയി ഹൈപ്പ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോഴും നമ്മളുടെ രാജ്യത്ത് ഈ മൃഗങ്ങളെയൊക്കെ ആഘോഷങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. യാത്രകൾക്ക് തന്നെ നമ്മുടെ രാഷ്ട്രപതി റിപ്പബ്ലിക് ഡേ പരേഡിനും മറ്റും വരുന്നത് കുതിരകൾ വലിക്കുന്ന ഒരു രഥത്തിലാണ്. ചുറ്റിനും കുതിരകളും ആയിട്ടാണ് വരുന്നത്. അത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. അതുപോലെ ഘോഷയാത്രകൾ, ദേവീദേവന്മാരുടെ ഘോഷയാത്ര അമ്പലങ്ങളിൽ നിന്ന് ആനപ്പുറത്താണ് എഴുന്നള്ളുക. ആനകളെ നന്നായി അലങ്കരിച്ച് നെറ്റിപ്പട്ടവും മാലകളും മുത്തുക്കുടയും വെഞ്ചാമരവും എല്ലാം ചാർത്തി അതിൽ ദേവന്റെ തിടമ്പും വെച്ചിട്ടാണ് എഴുന്നള്ളിപ്പ് നടക്കുക. അത് കാണാനും വളരെയേറെ ഭംഗിയാണ്. ഒട്ടകങ്ങൾ രാജസ്ഥാനിലെ യാത്രാ വാഹനമാണ്. ഒട്ടകങ്ങളെ നമ്മൾക്ക് വളരെയേറെ അലങ്കരിച്ച് റിപ്പബ്ലിക് ഡേ പരേഡിൽ കാണാം. വാഹനങ്ങളെ എല്ലാ മനുഷ്യരും വളരെയേറെ സ്നേഹിക്കുന്നു. മോട്ടോർ വാഹനങ്ങളെ ഇന്നത്തെ കാലത്താണെങ്കിൽ മോട്ടോർ വാഹനങ്ങളെ നല്ല കഴുകി തുടച്ച് മിനുക്കി ആണ് എല്ലാവരും കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഈ മൃഗങ്ങളായ വാഹനങ്ങളെ, ഒട്ടകമായാലും കുതിരയായാലും ആനയായാലും. നമ്മൾ ധ്രുവ പ്രദേശങ്ങളിൽ മഞ്ഞ് വീഴുന്ന ദേശങ്ങളിൽ ഒരു പ്രത്യേകതരം പട്ടിയാണ് ഈ വാഹനങ്ങളെ വലിച്ചുകൊണ്ട് പോവുക. ഇങ്ങനെ ഈ വാഹനങ്ങളായി ഉപയോഗിക്കുന്ന മൃഗങ്ങളെ മനുഷ്യൻ നന്നായിട്ട് സ്നേഹിക്കുകയും നന്നായി അലങ്കരിക്കുകയും ചെയ്യുന്നു. ഓരോ ദേവീ ദേവന്മാർക്കും ഹിന്ദു പുരാണത്തിൽ ദേവീ ദേവന്മാർക്കും ഒരു ഇഷ്ടവാഹനം ഉണ്ട്. മഹാദേവന്റെ ഇഷ്ടവാഹനമാണ് കാള. അതുപോലെ ശ്രീമുരുകന് മയിലാണ് വാഹനം. ഗണപതിക്കാട്ടെ എലിയാണ്. സിംഹത്തിന്റെ പുറത്താണ് ദുർഗാദേവി ഇരിക്കുക. ഇങ്ങനെ ദേവീ ദേവന്മാർക്കും ഓരോ മൃഗങ്ങളെ വാഹനങ്ങളായി കൊടുത്തിട്ടുണ്ട്. പണ്ടുകാലം മുതൽ തന്നെ ദേവീ ദേവന്മാരുടെയും പുരാണ കഥകളിലും തന്നെ നമ്മൾ വിമാനങ്ങളെ പറ്റിയും പഠിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്താണ് വിമാനയാത്ര കൂടുതലായിട്ട് ഉള്ളത്. എങ്കിലും വിമാനം ഉണ്ട് എന്നൊരു സംഗതി പണ്ടുകാലങ്ങളിൽ തന്നെ കഥകളിലുണ്ടായിരുന്നു. രാവണൻ പോകുന്നത് പുഷ്പക വിമാനത്തിലാണ്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡൻ. ഗരുഡന്റെ പുറത്ത് ഇരുന്ന് പറന്നാണ് പോവുക. അപ്പം പക്ഷികളും സാധാരണ ഭൂമിയിൽ കൂടെ നടക്കുന്ന ജീവികളും മൃഗങ്ങളും എല്ലാം വാഹനങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നു. കുതിരകൾ
മഹാരാഷ്ട്രയിൽ കൂടുതലായും വിവാഹ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. വിവാഹത്തിന് കുതിരപ്പുറത്താണ് വരൻ വരിക. ഘോഷയാത്രയായി കുതിരപ്പുറത്ത് വരൻ ഇരിക്കുന്നുണ്ടാകും. ചുറ്റിനും ബന്ധുക്കളെല്ലാം പാട്ടുപാടി ഡാൻസ് കളിച്ചാണ് വരിക. അതുപോലെ തന്നെ കുതിരവണ്ടി, കാളവണ്ടി പോലെ ഒരു വണ്ടി ഉണ്ട് കുതിരകളെ കെട്ടിയത്. കുതിരവണ്ടി നന്നായി അലങ്കരിച്ച് വധൂവരന്മാർക്ക് പോകാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ കാണാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുടുംബമായി ഒരു സ്ഥലത്തൂടെ പോകുന്ന സമയത്ത് ഒരു കുതിരവണ്ടി പോകുന്നത് കണ്ടു. അത് സാധാരണ അലങ്കരിച്ചതൊന്നുമല്ല, അത് വെറുതെ പോവുകയായിരുന്നു. സാധാരണ ജനങ്ങളെ കയറ്റാൻ വേണ്ടിയിട്ട് പോകുന്ന കുതിരവണ്ടിയാണ്. ജനങ്ങളെ കയറ്റാൻ വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളിൽ കുതിരവണ്ടികളും സൈക്കിൾ റിക്ഷകളും, സൈക്കിൾ റിക്ഷ മോട്ടോർ വാഹനമല്ല, അത് ഒരാൾ ചവിട്ടി പോകുന്നതാണ്. അത് മൃഗങ്ങളല്ല, അതിന് പകരമാണ് സൈക്കിള് മനുഷ്യർ ചവിട്ടുക. അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെ കയറ്റാൻ വേണ്ടിയിട്ട് ഈ മൃഗങ്ങളെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആനസവാരിയും കുതിരസവാരിയും മറ്റും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഈ കുതിരവണ്ടി കണ്ടത്. അപ്പോൾ കുതിരവണ്ടിയെ കയറാൻ എനിക്ക് വളരെയേറെ ആഗ്രഹം ഉണ്ടായി. നമ്മൾ മോട്ടോർ വാഹനത്തിൽ മാത്രം സഞ്ചരിച്ചുള്ള ശീലമേ ഉള്ളൂ. അതിനാൽ തന്നെ കുതിരവണ്ടി കണ്ടപ്പോൾ അതിൽ കയറണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കുതിരവണ്ടിയിൽ കയറാൻ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ കുതിരവണ്ടിയിൽ കയറി. കുതിരവണ്ടിയിൽ കയറിയപ്പോഴല്ലേ അതിൽ കയറി സഞ്ചരിക്കുന്ന സുഖം അറിഞ്ഞത്. മോട്ടോർ വാഹനത്തിൽ വളരെ സ്പീഡിൽ, വളരെ വേഗതയിൽ സഞ്ചരിച്ച് ശീലമുള്ള എനിക്ക് കുതിരവണ്ടിയിൽ കയറിയപ്പോൾ കുതിരവണ്ടിയും അതുപോലെ സ്പീഡിൽ പോകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എവിടുന്ന്, ഈ കുതിരയുണ്ട് പതുക്കെ പതുക്കെ നടക്കുന്നതേ ഉള്ളൂ, അത് ഓടുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇതിലും സ്പീഡിൽ നടക്കും. അതിൽ കയറി ഇരിക്കുകയും ചെയ്തു. അതിൽ നിന്ന് ഇനി ആ പറയുന്ന ദൂരം പോകാതെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങാനും പറ്റില്ല. അതിനാൽ തന്നെ സഹിച്ച് അതിനകത്ത് ഇരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇതിൽ കയറണ്ടായിരുന്നു, നടന്നു പോയിരുന്നെങ്കിൽ ഇതിലും പെട്ടെന്ന് നടന്നു പോയേനെ. അപ്പോൾ അതുപോലെ പതുക്കെ പതുക്കെയാണ് ഈ കുതിരയെ നടത്തിക്കൊണ്ട് പോയത്. അങ്ങനെയായിരുന്നു കുതിരവണ്ടിയിൽ ഞാൻ കയറിയ അനുഭവം. കുതിരവണ്ടിയിൽ കയറി മോട്ടോർ വാഹനത്തിൽ പോകുന്ന പോലെ സ്പീഡിൽ കുതിര പാഞ്ഞു പോകും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ കുതിരവണ്ടിയിൽ കയറണമെന്ന് നിർബന്ധം പിടിച്ചത്. പക്ഷേ കുതിരവണ്ടി മനുഷ്യർ നടക്കുന്നതിനേക്കാൾ പതുക്കെ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും കാളവണ്ടിയിൽ കയറാൻ പറ്റിയിട്ടില്ല. ഞങ്ങളൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ ഒക്കെ മോട്ടോർ വാഹനങ്ങൾ വന്നു കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ കാളവണ്ടിയിൽ പോയിട്ടുള്ള ശീലമില്ല. കാളവണ്ടി പോകുന്നത് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അതിനാൽ തന്നെ കുതിരവണ്ടിയിൽ കയറിയാൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയണമെന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.